ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, നിങ്ങളാരും പോവല്ലേ? ഞാനൊരു തമാശ കാണിച്ചു തരാം. എന്താ തമാശ? കണ്ടോളൂ. ഞാൻ വണ്ടി എടുക്കാം. നിക്ക്. ദേ, എന്റെ ചെരുപ്പ് മുഴുവൻ അഴുക്കായി. ഒന്ന് കഴുകി തരാവോ? അനന്ത, ഇവിടെ വലിയ കാര്യമോ പ്രതാപേട്ടന്? മനസ്സിലാക്കട്ടെ, എനിക്കത് അനുകൂലമാവും. പ്രതാപൻ സാറിനെ ക്ഷമിക്കണം. പത്മ കാണിച്ച ഈ മര്യാദ കേട്ടിന് ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. അതൊന്നും സാരമില്ല ടീച്ചർ. പത്മ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഇമ്മാതിരി കുറുമ്പും വാശിയൊക്കെ. അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. ഞാൻ അതൊക്കെ പത്മയുടെ ഓരോ കുസൃതികളായിട്ടേ കണക്കിലെടുത്തിട്ടുള്ളൂ. ഇതൊക്കെ ഓരോ ബാല്യ ചാപല്യങ്ങൾ. ഞാൻ ഇതൊക്കെ ആസ്വദിക്കാറേ ഉള്ളൂ. എന്തൊക്കെയായാലും പത്മാവതി എന്റെയും കൊച്ചു തമ്പുരാട്ടിയല്ലേ? ആ, ശരി. സാർ പോവല്ലേ, ഒരു 2 മിനിറ്റ് വണ്ടി എടുക്കല്ലേ. പത്മേ, ഒന്നിങ്ങ് വന്നേ. എന്താ ടീച്ചറെ? എനിക്കൊരു കാര്യം പത്മയോട് പറയാനുണ്ട്. പത്മയ്ക്ക് എന്നോടൊന്നും തോന്നരുത്. ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മഹാദേവവർമ്മ സാറിന്റെ മോളാണ് പത്മാവതി. സാറിനോടുള്ള അതേ ബഹുമാനവും സ്നേഹവും പത്മയോട് ഞങ്ങൾക്കുണ്ട്. ടീച്ചർ പറഞ്ഞു വരുന്നത്? പത്മ ഇപ്പൊ പ്രതാപൻ സാറിനോട് കാണിച്ചത് ഒട്ടും ശരിയായില്ല. പത്മ വളരെ വളരെ ചെറുതാവുകയും പ്രതാപൻ സാർ വളരെ ഉയരങ്ങളിലേക്ക് കയറുകയും ചെയ്തു ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട്. എന്ത് വിദ്യാഭ്യാസമുള്ള ആളാ പ്രതാപൻ സാറ്. അതിലുപരി ആ ചെറുപ്പക്കാരന്റെ വ്യക്തിത്വം. നാട്ടുകാർക്കൊക്കെ എന്ത് ജീവനാണ് അദ്ദേഹത്തെ. ആ ചെറുപ്പക്കാരനെയാ പത്മ ഇപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തിയത്. അതൊട്ടും ശരിയായില്ല. ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾക്ക് എവിടെ പോയാലും ജോലി കിട്ടും. ആ ജോലിക്ക് പോകാതെ അയാള് തിരികെ വന്നത് നിങ്ങളുടെ വീട്ടിലെ ശാപ്പാടടിക്കാനല്ല. അത് വർമ്മ സാറിനോടുള്ള ഇഷ്ടം കൊണ്ടാ. അകലേ